ഏഷ്യാനെറ്റിലെ കോമഡി കുക്സ് എന്ന് പറയുന്ന ഷോയിൽ നിന്ന് ഇന്നലെ സന്ധ്യാമ്മ എലിമിനേറ്റായി. നമുക്കറിയാം, കോമഡി കുക്ക് എന്ന് പറയുന്ന ഷോയിൽ ആദ്യമായിട്ട് ഈ 2 ആഴ്ച മുമ്പ് മാത്രമാണ് ഈ സ്കോർ ബോർഡും സ്കോറും കാര്യങ്ങളൊക്കെ കാണിച്ചത്. അതായത് അന്ന് കാണിച്ച സ്കോർ വെച്ചിട്ട് അനുമോള് 86, സന്ധ്യാമ്മ 86, അൻസിബ 85.5 എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ ഒരു എലിമിനേഷൻ നാടകം അവർ നടത്തിയിരുന്നു. അന്ന് ഈ പറയുന്ന അൻസിബയും സന്ധ്യാമ്മയും അനുമോളുമായിരുന്നു ഡേഞ്ചറസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് എലിമിനേഷൻ നടത്തിയില്ല. അന്ന് എലിമിനേഷൻ നടത്തിയിരുന്നെങ്കിൽ ഔട്ടാകുമായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അൻസിബയാണ്. കാരണം അന്ന് എലിമിനേഷൻ നടത്താതെ പിറ്റത്തെ എപ്പിസോഡിലാണ് സ്കോർ ബോർഡ് കാണിച്ചത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറവ് സ്കോർ ഉണ്ടായിരുന്നത് അൻസിബയ്ക്ക്. പക്ഷേ അന്ന് എലിമിനേഷൻ നടത്തിയില്ല. അപ്പോൾ പിറ്റത്തെ എപ്പിസോഡിലെങ്കിലും എലിമിനേഷൻ വീണ്ടും നടത്തണ്ടേ? പക്ഷെ അന്നേരവും എലിമിനേഷൻ നടത്തിയില്ല. അപ്പോൾ ഇന്നലെ സന്ധ്യാമ്മയ്ക്ക് ലോ പോയിന്റ് വന്ന സമയത്ത് മാത്രം ആ ഒരു എലിമിനേഷൻ നടത്തിയതിൽ ദുരൂഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നലത്തെ സ്കോർ ബോർഡ് വന്ന സമയത്ത് അനുമോള് 107, അൻസിബ 103.5, സന്ധ്യാമ്മ 102.5. അപ്പോൾ ഇന്നലെ സന്ധ്യാമ്മയ്ക്കായിരുന്നു ലോ സ്കോർ. അപ്പോൾ ആ ഒരു സമയത്ത് കണക്ക് കൂട്ടി സന്ധ്യാമ്മയെ പുറത്താക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അന്ന് അൻസിബയ്ക്ക് ലോ പോയിന്റ് ഉള്ള സമയത്ത്, ലോ സ്കോറുള്ള സമയത്ത് അൻസിബയെ പുറത്താക്കാതെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ തൊട്ട് പിറ്റത്തെ എപ്പിസോഡിലെങ്കിലും എലിമിനേഷൻ നടത്താലോ, അതും നടത്തിയില്ല. ഇന്നലെ കറക്റ്റ് സന്ധ്യാമ്മയ്ക്ക് ലോ സ്കോറായ സമയം നോക്കി സന്ധ്യാമ്മയെ പുറത്താക്കി. അതുമാത്രമല്ല, ഏഷ്യാനെറ്റ് ഇതിനു മുമ്പും ഇതേ പരിപാടി ബിഗ് ബോസിലും കാണിക്കുന്നതാണ്. അവർക്ക് താല്പര്യമുള്ളവർ ഡേഞ്ചറസ് സോണിൽ വരുന്ന സമയത്ത് എലിമിനേഷൻ എപ്പിസോഡേ ഉണ്ടാവില്ല. അതേസമയം അവർക്ക് താല്പര്യം ഇല്ലാത്തവരാണ് ഡേഞ്ചറസ് സോണിൽ വരുന്നതെങ്കിൽ ചിലപ്പോൾ 2 എലിമിനേഷനൊക്കെ നടത്തി അവരെ അങ്ങ് ഔട്ടാക്കും. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഈ ബിഗ് ബോസിൽ തുടങ്ങിയ പരിപാടി ഇപ്പോൾ കോമഡി കുക്സിലും തുടരുന്നു എന്ന് മാത്രം. ഇത് പക്ഷേ ഒരു തെറ്റായ രീതിയാണ്, ചിലർക്ക് ഫേവർ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു രീതി. അത് ഇപ്പോൾ അനുമോളുടെ ഒരു സപ്പോർട്ടറാണെങ്കിൽ പോലും, ഇപ്പോൾ അനുമോളാണ് ഔട്ടാകേണ്ടിയിരുന്നതെങ്കിൽ പോലും ഇത് ഇങ്ങനെ ഒരു തീരുമാനത്തെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഓരോരുത്തർക്കും അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് കൊടുക്കണം.